വിജയിക്കുന്നവരെ നോക്കി പലപ്പോഴും നമ്മൾ അസൂയപ്പെടാറുണ്ട്. വിജയിക്കുന്നവരെ നോക്കി എന്തുകൊണ്ട് അവർ വിജയിക്കുന്നു, എനിക്കെന്തുകൊണ്ട് വിജയിക്കാൻ കഴിയുന്നില്ല എന്ന് ആശങ്കപ്പെടാറുണ്ട്. പലപ്പോഴും വിജയിച്ച മനുഷ്യരെ നോക്കിക്കഴിഞ്ഞാൽ അവരിലുള്ളൊരു പ്രത്യേകത, അവർ സ്വയം തിരുത്താനും സ്വയം മാറ്റങ്ങൾ സൃഷ്ടിക്കാനും സ്വയം കണ്ടെത്താനും വളരാനും എപ്പോഴും വലിയ മോട്ടിവേഷനുള്ളവരാണ്. ആ തരത്തിലുള്ള ഒരു മനോഭാവം അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുക, അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്താണ്, അതാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ ഒരു ദേവാലയത്തിലെ കുറച്ച് പ്രമുഖരായ വ്യക്തികൾ ഒരു ശില്പിയുടെ അടുത്ത് ചെന്നു. ശില്പിയുടെ അടുത്ത് ചെന്നത് ആ ദേവാലയത്തിൽ വയ്ക്കാനായിട്ടുള്ള ഒരു ദൈവരൂപം പണിയാനായിട്ടാണ്. അപ്പോൾ ആ ശില്പി പറഞ്ഞു, 1 മാസത്തെ സമയം എനിക്ക് വേണം, എങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ ചെയ്തു തരാൻ പറ്റുള്ളൂ. അവരത് സമ്മതിച്ച് അവർ പോയി. ഏകദേശം 1 മാസമൊക്കെ ആയപ്പോൾ അവർ വീണ്ടും ഈ ശില്പിയുടെ അടുത്ത് ചെന്നു. ഈ ശില്പം ശരിയായോ, ദൈവത്തിൻ്റെ രൂപം ശരിയായോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അത് ശരിയായില്ല, ഒരു 15 ദിവസം കൂടെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഇത് ഈ പുതിയ രൂപം വയ്ക്കാനുള്ള സമയമായി, ഇനി എങ്ങനെയാ ഇത്രയും സമയം എടുത്താൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞു, പറ്റില്ല, എനിക്കൊരു 15 ദിവസം കൂടെ തന്നേ പറ്റുള്ളൂ. അങ്ങനെ ഈ പ്രമുഖരായ വ്യക്തികളെല്ലാം തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് അവർ കണ്ടത് ഈ ശില്പം, അവരുദ്ദേശിച്ച ഒരു ശില്പം, അല്ലെങ്കിൽ അവർ ഓർഡർ കൊടുത്തിരുന്ന ശില്പം മണ്ണിലിങ്ങനെ കിടക്കുന്ന കണ്ടു. അവരത് പെട്ടെന്ന് വെള്ളമൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് കഴുകി നോക്കിയപ്പോൾ അവർക്ക് വേണ്ട ശില്പം അവിടെ കിടക്കുകയാണ്, അതിമനോഹരമായ ശില്പം. അവർ ഓടി തിരിച്ച് ശില്പിയുടെ അടുത്ത് ചെന്നു. ശില്പിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ശില്പി, ഞങ്ങൾ പറഞ്ഞ ശില്പം താങ്കൾ ഉണ്ടാക്കി കഴിഞ്ഞു, അത് വളരെ മനോഹരമായിരിക്കുന്നു, അത് എന്തിനാണിങ്ങനെ മണ്ണിലിട്ടേക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ പുരികത്തിലൊരു ഉളിപ്പാടുണ്ട്, ആ ഉളിപ്പാട് അത് കേടാണ്, അതുകൊണ്ട് അതെനിക്ക് തരാൻ പറ്റില്ല. അപ്പോൾ ആ ആരാധനാലയത്തിലെ അധികൃതർ പറഞ്ഞത്, ഒരു കുഴപ്പമില്ല, ദൂരെ നിന്നാണ് എല്ലാവരും ശില്പത്തെ കാണുന്നത് അല്ലെങ്കിൽ ദൈവരൂപത്തെ കാണുന്നത്, ഇത് ധാരാളം മതി, വളരെ മനോഹരമായിരിക്കുന്നു, അതായത് യാതൊരു തെറ്റും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ശില്പി പറഞ്ഞത്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതല്ല എൻ്റെ വിഷയം, എനിക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് എൻ്റെ വിഷയം. ഞാൻ ചെയ്ത ഒരു ശില്പത്തിൽ ഒരു തെറ്റായ ഉളിപ്പാട് എനിക്ക് കണ്ടുകൊണ്ട് അതൊരിക്കലും നിങ്ങൾക്ക് നൽകാൻ കഴിയില്ല. ഈ ഒരു കഥ നമ്മളെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത് ഇതാണ് മനുഷ്യ ജീവിതത്തിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള നമ്മുടെ കാഴ്ചപ്പാടായി മാറേണ്ടത്. മറ്റുള്ളവർ നമ്മുടെ തെറ്റുകളെ കണ്ടുപിടിക്കുന്നതല്ല, നമുക്ക് തന്നെ നമ്മുടെ തെറ്റുകളെ, അത് എത്ര ചെറുതാണെങ്കിൽ പോലും അതിനോട് കോംപ്രമൈസ് ചെയ്യാത്തൊരു സ്വഭാവം വളരെ ചെറിയ പ്രായം മുതലേ നേടിയെടുക്കാൻ കുട്ടികൾക്കും യുവാക്കൾക്കും മുതിർന്നവർക്കൊക്കെ കഴിയണം. ചെറിയ കാലം മുതൽ തന്നെ നമ്മളിലെ ന്യൂനതകൾ എന്ത് മാറ്റിയാൽ എനിക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകാൻ പറ്റും, എനിക്ക് കുറച്ചുകൂടി ഡെവലപ്പ് ആകാൻ പറ്റും, എനിക്ക് കുറച്ചുകൂടെ റിച്ച് ആകാൻ പറ്റും, എനിക്ക് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും, മീനിങ്ഫുൾ ആകാൻ പറ്റും. ഇത്തരത്തിലുള്ള നിരന്തരമായ അന്വേഷണമാണ് ഒരു മനുഷ്യനെ വളർത്തുന്നത്. പലരും തോറ്റുപോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുറവുകളെ നമുക്ക് കാണാൻ കഴിയാതെ വരികയും അത് മറ്റുള്ളവർ നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരികയും ചെയ്യേണ്ട അവസ്ഥയിലാണ് നമ്മൾ പലപ്പോഴും തോറ്റുപോകുന്നത്. ഒരു ജോലിയിലിരിക്കുന്ന ഒരാൾ സ്വയം രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ, സ്വയം ഡെവലപ്പ് ആയില്ലെങ്കിൽ ആ ജോലി നമുക്ക് നഷ്ടപ്പെടും. ഇന്ന് കോർപ്പറേറ്റിലൊക്കെ ഒരു സ്ലോഗനുണ്ട്, ഐദർ യു ക്യാൻ ഗോ അപ്പ് ഓർ ഗോ ഔട്ട്. 2 ഓപ്ഷനേ ഉള്ളൂ, ഒന്നീ മേളോട്ട് പോകാം അല്ലെങ്കിൽ പുറത്തോട്ട് പോകാം. പലപ്പോഴും സംഭവിക്കുന്നത് നമുക്ക് ജോലി നഷ്ടപ്പെടുകയും ജോലിയിൽ നമുക്ക് ഇഷ്ടമില്ലാതെ വരികയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കാരണം നമ്മൾ അതിനോടൊപ്പം വളരാത്തതാണ്. അപ്പോൾ മറ്റുള്ളവർ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കുറവുകളെ കണ്ടെത്താൻ, അത് എത്ര ചെറിയ കുറവുകളാണെങ്കിലും കണ്ടെത്താനും അതിനെ പരിഹരിക്കാനും നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളർച്ചയുണ്ടാവും, ഉയർച്ചയുണ്ടാവും. നമ്മുടെ ജീവിതം കൊണ്ട് ധാരാളം പേർക്ക് മനോഹരമായ അനുഭവങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിയും. ആ രീതിയിലേക്ക് വളരുമ്പോഴാണ് മനുഷ്യൻ, അതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. സ്വയം കണ്ടെത്തി തിരുത്തുക, സ്വയം തിരിച്ചറിയുക, മറ്റുള്ളവർക്ക് അത് വിട്ടുകൊടുക്കാതിരിക്കുക. ഈ ഒരു രീതിയിൽ ഓരോരുത്തരും ഉയരാനായിട്ട് ശ്രമിക്കുമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ, ആശംസകളോടെ നിർത്തുന്നു. താങ്ക് യു.